ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നോക്ക്, എന്തെങ്കിലും കാരണവശാൽ ഇത് പൊളിഞ്ഞു പോയാലേ നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല. സിനി, വിത്തിൻ 10 മിനിറ്റ്സ് ഇത് തീർന്നിരിക്കണം കേട്ടോ. ശരി മാം. ഈ ബ്രോക്കറെ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതെന്താടി അങ്ങനെ ഒരു പറച്ചില്? അയാള് ഈ നാട്ടിലുള്ള ആലോചനയല്ലേ കൊണ്ടുവരുള്ളൂ. കൃഷ്ണയ്ക്കിപ്പോ സിറ്റിയിൽ ഒരു ജോലിയൊക്കെ ആയില്ലേ, അപ്പൊ പിന്നെ സിറ്റി തന്നെ ഒരു പയ്യനെ നോക്കുന്നതല്ലേ നല്ലതമ്മേ? ആ, സിറ്റി എങ്കിൽ സിറ്റി. പക്ഷേ എന്റെ മോളെ പൊന്നുപോലെ നോക്കുന്നൊരുത്തനാവണം. അവള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. ആ, അങ്ങനെ കണ്ണടയ്ക്കാൻ ഞങ്ങൾ സമ്മതിച്ചിട്ട് വേണ്ടേ? ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നാലേ അമ്മയ്ക്ക് പിന്നെ എന്ത് സംഭവിക്കാനാ? അപ്പൊ കൃഷ്ണയ്ക്കുണ്ടാവുന്ന കുട്ടികളെ അമ്മ കാണും, ആ പിള്ളേരുടെയും കുട്ടികളുടെ കല്യാണം അമ്മ കാണും. ഉവ്വ ഉവ്വ, ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു പരിധി വേണ്ടടി മോളെ. അവൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്നൊരു ചെക്കൻ എവിടെയെങ്കിലും ഉണ്ടാവും. അങ്ങനെ പറ. സിറ്റിയിൽ ജോലിയൊക്കെ തുടങ്ങി കഴിയുമ്പോഴേ അവളങ്ങ് പരിഷ്കാരിയാവും. അപ്പൊ ആ ടൈപ്പ് ഒരു പയ്യനെ അവള് തന്നെ തെരഞ്ഞെടുക്കും. എന്നിട്ട് ഒരു ദിവസം അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയും, അമ്മേ ഇതാണ് എന്റെ ചെറുക്കനെന്ന്. അങ്ങനെയാ ഇപ്പൊ പെൺകുട്ടികളൊക്കെ ചെയ്യുന്നത്. അതെ, ലോകം മൊത്തമുള്ള പെൺകുട്ടികൾ അങ്ങനെ ചെയ്താലും എന്റെ മോൾ അത് ചെയ്യില്ല. ഞാനായിട്ട് തെരഞ്ഞു പിടിച്ചു കൊടുക്കുന്ന ചെക്കനെ അല്ലാതെ അവള് സ്നേഹിക്കാനും പോകുന്നില്ല. വല്ലാത്തൊരു ധൈര്യം തന്നെ. എന്റെ അമ്മയ്ക്കൊന്നും ഈ ധൈര്യം ഇല്ലാട്ടോ. അതെന്താടി നിന്റെ അമ്മയ്ക്ക് ധൈര്യം ഇല്ലാത്തെ? നീ കുരുത്തക്കേട് എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോടി? ഒന്ന് പോയേ, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? അതെ, കൃഷ്ണയുടെ കാര്യം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നിനക്ക് പറ്റിയ ഒരു ചെക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു തരും. ആഹാ, അയ്യോടി, അവളുടെ ഒരു നാണം കണ്ടില്ലേ? അമ്മ ഒന്ന് ചുമ്മാ ഇരുന്നേ. ദേ, ഈ മരുന്ന് അങ്ങോട്ട് കഴിച്ചേ. കൃഷ്ണയും നീയും എനിക്ക് ഒരുപോലെയാ. അവളുടെ കാര്യത്തിലുള്ള അതേ സന്തോഷം തന്നെയാ എനിക്ക് നിന്റെ കാര്യത്തിലും. കേട്ടോടി? അയ്യോ, ഞാൻ വെള്ളം തന്നില്ലല്ലോ. നന്ദ, ഉറങ്ങാറായില്ലേ നിനക്ക്? ഇല്ലമ്മേ, ഉറക്കം വന്നില്ല. സിത്താരയുടെ വീട്ടിൽ പോകുന്നത് ഏതെങ്കിലും വിധത്തിൽ അമ്മ മുടക്കുമെന്ന് ഞാൻ കരുതി. കടുംപിടുത്തം പിടിച്ചാല് എല്ലാവർക്കും സംശയം തോന്നും. പിന്നെ സുമിത്ര ഒരു കാര്യം പറഞ്ഞപ്പോ അത് എതിർക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. അതുകൊണ്ടാ സമ്മതം മൂളിയത്. അകറ്റാൻ ശ്രമിക്കുന്ന നമ്മൾ തന്നെ വീണ്ടും ഒരു അടുപ്പത്തിന് കാരണാവോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് തടസ്സം പറയേണ്ടി വന്നാല്? നമ്മുടെ ആഗ്രഹവും തീരുമാനവും ഒക്കെ ഇപ്പൊ നമ്മള് രണ്ടുപേരിലും ഒതുങ്ങണം. വേറൊരാളുടെ ചെവിയിലേക്ക് അത് പോകരുത്. എന്തായാലും നമ്മൾ അന്വേഷിക്കുന്ന കുട്ടി നമ്മുടെ അടുത്തേക്ക് എത്തട്ടെ. അത്രയൊക്കെ സംഭവിക്കുമെങ്കില് അത് കഴിഞ്ഞുള്ള കാര്യവും ദൈവത്തിന്റെ കരുതലിൽ ഉണ്ടാവും. നന്ദാ, അമ്മേ, നവീന്റെ ആയാലും സുമിത്രയുടെ ആയാലും ഒരു മുഖം മുഷിഞ്ഞ വാക്ക് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. പണ്ട് നമ്മുടെ വീടിന്റെ ഉമ്മർത്ത് ഒരു വലിയ മാവുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? നിനക്ക് നിർമ്മലയ്ക്കൊക്കെ അത് വലിയ കാര്യമായിരുന്നു. ഒരു ചെറിയ കാറ്റ് വന്നാൽ തന്നെ ഇഷ്ടം പോലെ മാങ്ങ പൊഴിഞ്ഞു വീഴും. നിങ്ങളത് പെറുക്കിയെടുക്കുകയും ചെയ്യും. ഒരു ദിവസം മാവ് വെട്ടിക്കളയാൻ കാരണവന്മാരെല്ലാം കൂടി തീരുമാനിച്ചു. എന്തായിരുന്നു കാരണം? അതിന്റെ തായ്വേര് അറ്റിട്ടുണ്ടോ എന്നൊരു സംശയം അവർക്ക് തോന്നി. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. മരം വെട്ടാനുള്ള ഒരു കോടാലിയുമായി മാവിന്റെ അടുത്തേക്ക് വന്നപ്പോ നീയും നിർമ്മലയും അതിൽ വട്ടം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വെട്ടാൻ സമ്മതിക്കില്ലാന്നും പറഞ്ഞു. ഒടുവിൽ കാരണവന്മാരെല്ലാവരും കൂടി നിങ്ങളെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. എന്നിട്ടാ അത് വെട്ടിമാറ്റിയത്. ഓർമ്മയുണ്ടമ്മേ,
ഉമ്മർത്ത് നിന്ന ഒരു മാവ് മുറിച്ചു പോയതിലല്ല, അത് ജീവിതത്തിൽ വലിയൊരു പാഠമായിരുന്നു. എത്ര കായ്ഫലമുള്ളതാണെങ്കിലും തായ്വേരറ്റ ആ മാവ് നമ്മുടെ തറവാട് വീടിനൊരു ഭീഷണിയായിരുന്നു. അത് മുറിക്കുക എന്ന കാര്യത്തില് അന്ന് കാരണവന്മാര് എന്ത് തീരുമാനമെടുത്തോ അത് തന്നെയായിരിക്കണം ഈ വിവാഹത്തിന്റെ കാര്യത്തിൽ എന്റെയും നിന്റെയും തീരുമാനം. ഇനിയിപ്പോ ഒന്നല്ല, 100 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നു പോയാലും ഇത് നടക്കില്ലെന്നാണ് നമ്മുടെ തീരുമാനം. നമ്മൾ നടത്തില്ല. ഇതും എന്റെ മോതിരാനാണോ? ആ അയ്യോ എന്റെ ഈശ്വര, ഇവരൊക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണോ പുറത്തിറങ്ങുന്നേ? ഹാ, അതിനൊക്കെ ഞങ്ങള് റെഡി ആയിക്കോ കൃഷ്ണയെന്ന് പറഞ്ഞ ഒരു ധാവണി എടുത്ത് ചുറ്റുക, മുടിയൊന്ന് നേരെയേക്ക, ഇറങ്ങ. അപ്പൊ ഈ കാണുന്ന സുന്ദരിമാരൊക്കെ ഇതിന്റെ പകിട്ടിലാണല്ലേ നടക്കുന്നേ? സിറ്റി ലൈഫിൽ ഇതൊക്കെയാ. 1-2 തവണ ചെയ്തു കഴിയുമ്പോ കൃഷ്ണയ്ക്ക് അത് ശീലായിക്കോളും. പിന്നെ കൃഷ്ണ തനിയെ ചെയ്തോളൂ. ഒരു മിനിറ്റ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോണം, ഒരു 10 മിനിറ്റ് ചെലവഴിക്കണം. അതിന് കണ്ണാടിയുടെ മുന്നില് 100 മണിക്കൂർ. ആ, എന്തായാലും കൊള്ളാം. അതെ, ഇവിടുത്തെ മോള് മാത്രം ഇങ്ങനെ ചെയ്യുള്ളോ അതോ അമ്മയും ചെയ്യോ? എല്ലാവരും ചെയ്യും. ഇതൊക്കെ ചെയ്തിട്ട് എന്നെ കൊണ്ടുപോയി എന്റെ അമ്മയുടെ മുന്നിൽ നിർത്തിയ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുക കൂടിയില്ല. എന്താ ഇവിടെ കഴിഞ്ഞില്ലേ ഇതുവരെ? കൃഷ്ണ ഓരോ സംശയങ്ങൾ ചോദിക്കായിരുന്നു മാം. എന്ത് സംശയം? ആ, ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കുറച്ച് നേരായിട്ട് ശ്രദ്ധിക്കുക. ഇവളുടെ സംസാരമല്ലാതെ വേറൊന്നും പുറത്തേക്ക് കേൾക്കാനില്ലല്ലോ. എനിക്കങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല, ഞാൻ സംസാരിക്കും. നിർത്ത. മനുഷ്യരുടെ തീ തിന്ന് നടക്കുക. അവരെല്ലാം കൂടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് എത്തും. നോക്ക്, എന്തെങ്കിലും കാരണവശാൽ ഇത് പൊളിഞ്ഞു പോയാലേ നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല. സുനി, വിത്തിൻ 10 മിനിറ്റ്സ് ഇത് തീർന്നിരിക്കണം കേട്ടോ? ശരി മാം. എന്താ നിങ്ങൾ ചിരിക്കുന്നേ? വിവരമില്ലായ്മ കണ്ട് ചിരിക്കരുത്, മനസ്സിലായോ? പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യ്. അതെ, ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ചത്ത മാതിരി കിടക്കാം. പെയിന്റ് അടിച്ച് കഴിയുമ്പോ എന്നെ ഒന്ന് തട്ടി വിളിച്ചാ മതി. അല്ലെങ്കിലേ ഞാൻ എന്റെ വീട്ടിൽ പോവും. അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്ന് കൊടുത്തോണം. ആയിക്കോട്ടെ. എന്ത് നിർത്തി തുടങ്ങിക്കോ.